അപ്പോൾ 150 രൂപയ്ക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാന്ന് പറയുന്നത് നല്ലതാണ്. കാരണം ഏർലി മോർണിംഗ് നമുക്ക് ട്രെയിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി താമസിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണം എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് ആ ചടങ്ങ് മാറ്റി വെക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഡോർമെട്രി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. 12 മണിക്കൂർ അല്ലെങ്കിൽ 24 hours മാത്രമാണ് ഇവിടെ സർവീസ് ഉള്ളത്. അതായത് രാവിലെ 8 മണിക്ക് കയറി കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് ഇറങ്ങണം. അതാണ് ഒരു 12 hours എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് നൈറ്റ് 8 ടു അടുത്ത മോർണിംഗ് 8. അപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ ഇവിടെ വരുന്ന 3 മണിക്കായിരുന്നു. അപ്പം ഞാൻ നൈറ്റ് 8 ടു അടുത്ത ദിവസം 8 ആകുമ്പോഴത്തേക്ക് 12 hours എടുക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേട്ടോ 3:30 വന്നു, പിന്നെ ഞാൻ 3 നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു 24 hours അങ്ങ് എടുത്തു. അതായത് രാവിലെ മോർണിംഗ് മുതൽ എനിക്ക് ഈ റൂം ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഞാൻ AC ഡോർമെട്രി ചോദിച്ചപ്പോഴും പുള്ളി പറഞ്ഞു വെച്ചാൽ AC കൂളിംഗ് ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളത് ഇവിടെ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരെ പിന്നെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഇന്ന് കണ്ടത് നമ്മൾ കൊച്ചുവേളിയിൽ നിന്നും കൊല്ലത്തേക്ക് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ വന്നു. അതേപോലെ തന്നെ കൊല്ലത്ത് നിന്ന് AC 3 ടയറിൽ ഗോരഖ്പൂർ രപ്തിസാഗർ എക്സ്പ്രസ്സിൽ കോയമ്പത്തൂർ വരെയുള്ള കാഴ്ചകളാണ് കണ്ടത്. എന്തായാലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ എനിക്കിവിടെ കോയമ്പത്തൂർ ചെയ്യാനുണ്ട്. എന്തായാലും അത് ഞാൻ അങ്ങോട്ട് വ്ലോഗൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം ഞാൻ ഫ്രീ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കോയമ്പത്തൂരിന്റെ കുറച്ച് നൈറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തായാലും നാളെ ഞാൻ ഇവിടെ നിന്ന് 6:35 നമ്മുടെ അഹല്യ എക്സ്പ്രസ് ഉണ്ടല്ലോ, നമ്മുടെ ഇൻഡോറിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക് വരുന്ന ആ ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത് ആ ഒരു ഇപ്പോൾ നമ്മുടെ കോയമ്പത്തൂർ വ്ലോഗ് ഇല്ലാന്നുണ്ടെങ്കിൽ കാണാൻ പോകുന്നത് ആ ഒരു കോയമ്പത്തൂർ ടു കൊച്ചുവേളി എന്താ പറയാ ഒരു സ്ലീപ്പർ ക്ലാസ് യാത്രയായിരിക്കും. ഞാൻ എന്തായാലും സ്ലീപ്പറിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പോൾ കുറേ നാളായി ഇങ്ങനെ ട്രാവൽ വ്ലോഗ് ചെയ്തിട്ട്, സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എല്ലാവരും തന്നെ മറ്റുള്ള വ്ലോഗുകളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാൻ കേട്ടോ. ഞാനത് അടുത്ത വീഡിയോയിൽ പരിഹരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും